ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ? എല്ലാവരും വായോ, എങ്ങനെയൊരു ബീഫ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹലോ ഗായ്സ്, ഞങ്ങൾ ബീഫ് ഒക്കെ കട്ട് ചെയ്തിട്ട് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ഞാൻ ഈ കുക്കറിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ ഗാർലിക്കും ചില്ലിയും ജിഞ്ചറും കൂടി ഇടുന്നുണ്ട്. കുറച്ച് കറി ലീവ്സും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ചില്ലി പൗഡർ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കട്ടോ, നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്താലും മതി. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ബീഫിൽ വെള്ളം ഉണ്ടല്ലോ, കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഞാനിതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആഫ്റ്റർ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ബീഫ് വേവിക്കാൻ പോകുക കേട്ടോ. ഒരു 5-6 അടി ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. ഓക്കെ, ബീഫിന് വേണ്ട ഗ്രേവി ഉണ്ടാക്കാനായിട്ട് പോകണേ. സോ അതിനായി പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗാർലിക്കും ജിഞ്ചറും ഇടുന്നുണ്ട്. അരിഞ്ഞ് വെച്ചേക്കുന്ന കുറച്ച് സവാളയും കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉള്ളി പെട്ടെന്ന് സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഞാൻ ഈ സവാളയുടെ കൂടെ തന്നെ കോക്കനട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യുന്നു. സവാള അത്യാവശ്യം വരേണ്ടി വന്നിട്ടുണ്ട്. സോ അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് ഓപ്ഷനല്ല, നമുക്ക് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. മസാലകളൊക്കെ ഏകദേശം വഴങ്ങി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബീഫിൻ്റെ ഗ്രേവി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് വേവിച്ച് വെച്ച് ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിനും ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ശകലം കറി ലീഫും കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം, പിന്നെ അങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് ഗ്രേവി ആയിട്ടും എടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അങ്ങനെ ഇവിടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ മെസ്സേജ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.